ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സീതേസ് കിച്ചൻ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സോപ്പാണ്. അപ്പോൾ കുറേ പൗഡറും ഓയിലും ചേർത്തിട്ട് ഉണ്ടാക്കുന്ന സോപ്പാണ്. സൂപ്പർ സോപ്പാണ്. വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതും ഒരു ടീക്ക് എണ്ണ ആക്കി വെച്ചതാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അരിപ്പൊടി വേണം. സ്ക്രബിന് വേണ്ടിയിട്ട് ഞാനിടുന്ന തരി അരിപ്പൊടിയാണ്. 4 സ്പൂൺ. അത് 4 കുഞ്ഞ് സ്പൂണാണ് ഇത്. കുഞ്ഞ് 5 6 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതിൽ എല്ലാ ഓയിലിൽ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേറെ ഓയിൽ ഇടാത്തത്. നാൽപ്പാമരാതി തൈലമുണ്ട്, പിന്നെ മഞ്ചിഷ്ട പൊടിയുണ്ട്, പിന്നെന്താ തേനുണ്ട്, ഒലിവ് ഓയിലുണ്ട്, അതുപോലെ തന്നെ അവക്കാഡോൻ്റെ ഓയിൽ. അങ്ങനെ കുറേ ഓയിലുകൾ ഇതിൽ. വിറ്റാമിൻ ഇ ടാബ്ലറ്റ് ഉണ്ട്, നീം ഓയിലുണ്ട്. അങ്ങനെ ഈ ഓയിലെല്ലാം മിക്സ് ആക്കിയിട്ട് ഞാൻ കാച്ചി എടുത്തതാണ്. അപ്പോൾ അത് 2 സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. 2 വേണ്ട 3 സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. ഇതിൽ വിറ്റാമിൻ ഇ ടാബ്ലറ്റും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് ഓയിലൊക്കെ. പിന്നെ നമ്മളതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നോക്കാം. ഒരു പൊടി കൂടി ചേർക്കാം. ഇത് കടലമാവാണ്. അത് കുറച്ച് ഇട്ട് കൊടുക്കാം നമുക്ക്. അത് 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്ര കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പരീക്ഷണം സോപ്പാണ്. ആദ്യം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വീട്ടിലെല്ലാവരും ഉപയോഗിച്ച് നോക്കട്ടെ എത്രമാത്രം ഇതിൽ ഗുണമുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല റിസൾട്ടുള്ള സോപ്പാണെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാം. ഒരു സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കണ്ടേ. ഇത് നല്ലോണം പേസ്റ്റ് പോലെ മിക്സ് ആക്കിയിട്ട് നമുക്കതിലേക്ക് ഗ്ലിസറിനും പിന്നെ റോസ് വാട്ടർ എല്ലാം ഉപയോഗിച്ച് കൊടുക്കാം. ഇതിത്ര ഉപയോഗിച്ചു. ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഉപയോഗിക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിലേക്ക് എന്താക്കാം, ഗ്ലിസറിൻ കുറച്ച് വെച്ച് കൊടുക്കാം. മറ്റേതിൽ ഗ്ലിസറിൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ചും കൂടി ഗ്ലിസറിന് ഒരു 1/2 ടേബിൾ സ്പൂണ് ഗ്ലിസറിൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് തന്നെ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം ചേർത്തതാണ് ആ ഓയിലിൽ, എന്നാലും റോസ് വാട്ടർ ഒഴിച്ച് കൊടുത്തു. നമുക്കിതൊന്ന് മിക്സ് ആക്കാം. ഇനി സോപ്പാക്കുമ്പോൾ അതെല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്കാക്കാം. ആദ്യം ഇതിന് ആക്കിയിട്ട് ഈ സോപ്പ് ഉണ്ടാക്കിയിട്ട് അതിനെ ഉപയോഗിച്ച് നോക്കട്ടെ എത്രമാത്രം റിസൾട്ട് തരുന്നുണ്ടെന്ന്. കുറച്ച് അലോവേര ജെല്ല് വേണമല്ലോ, അപ്പോൾ അത് നമുക്ക് കുറച്ച് എടുക്കാം. അലോവേര ജെല്ല് ഞാൻ ഒരു സോപ്പിൽ ഒഴിച്ചു കൊടുക്കില്ല, എല്ലാ സോപ്പിലും അലോവേര ജെല്ല് എടുക്കലുണ്ട്. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂണ് ഫുള്ള് നിറച്ച് അലോവേര ജെല്ല് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഷിയ ബട്ടറും കൂടി എടുക്കട്ടെ. അപ്പോൾ 1 ടീസ്പൂണ് നിറച്ച് ഷിയ ബട്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ടീസ്പൂണിലധികം 1 ടീസ്പൂൺ ഷിയ ബട്ടർ കൊടുത്തു, അലോവേര ജെല്ല് എടുത്തു. ഇനി നമുക്ക് വേണ്ടുന്നത് വിറ്റാമിൻ ഇ ടാബ്ലറ്റ് ഉണ്ട്. ആ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, എങ്കിലും 2 ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ ലൂസായി കിട്ടിയിട്ടുണ്ട്. ഇത് എത്ര ഉണ്ട് നോക്കട്ടെ. ഞാനിവിടെ ഗോട്ട് മിൽക്കും അതുപോലെ ഷിയ ബട്ടറിൻ്റെ ഗോട്ട് മിൽക്കും പിന്നെ ഇത് റെഡ് വൈനിൻ്റെ സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട് പകുതി. രണ്ടും കൂടി 359 ഉള്ളൂ. 358 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് നോക്കാം നമുക്ക്. ഗോട്ട് മിൽക്ക്, ഗ്ലിസറിൻ, പിന്നെ മറ്റേ പപ്പായ, അതുപോലെ വൈൻ, ഇതിൻ്റെ എല്ലാം എടുത്തിന്. റെഡ് വൈനിൻ്റെ 1/2 കിലോയിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് ഞാൻ. എൻ്റെ അടുത്ത് അത്ര ഉണ്ടായിന്. മറ്റേ ഗോട്ട് മിൽക്കിൻ്റെ അത്രയും ഉണ്ടായിട്ടുള്ളൂ. ഗോട്ട് മിൽക്കിൻ്റെ അത്രയും നോക്കി ഇത്ര ഉണ്ട്, 181 ഉണ്ട്. ബാക്കിയെല്ലാം 1/2 കിലോളം നമ്മളെ റെഡ് വൈനും പിന്നെ എല്ലാം ഗ്ലിസറിനും പപ്പായൻ്റെയും ചെറിയ പീസുകൾ കേട്ടോ. അപ്പോൾ നമുക്ക് സോപ്പ് ഉണ്ടാക്കാം. മുറിച്ചിട്ട് ക്യൂബ് ആക്കിയിട്ട് വരാം. ഷേപ്പ് ഇല്ലെങ്കിൽ സാരമില്ല, ഞാൻ ഇങ്ങനത്തെ ഒരു ബേസിലാണ് ഒഴിക്കുന്നത്. ആദ്യം നമുക്കത് ക്യൂബാക്കിയിട്ട് സോപ്പ് ബേസ് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് മൾട്ടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൂട്ടത്തിലേക്ക് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. മൾട്ടായി വന്നുകൊണ്ടുണ്ട് കണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇതെല്ലാം നല്ലോണം മെൽട്ടായി വരട്ടെ. 1 ടേബിൾ സ്പൂണ് നിറച്ചു. ഒന്നല്ല, ഇനി ഇടാനുണ്ട്, ഞാൻ പറഞ്ഞത്. 2 ടേബിൾ സ്പൂൺ നിറച്ചു. ഇനി ബാക്കി ഇടട്ടെ. സ്പൂണിൽ ഒഴിച്ചു. നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ലോണം മെൽട്ടായി വരട്ടെ.
അപ്പോൾ ഒരു കളർ വരും. ഇതിങ്ങനത്തെ പച്ച കളറും കറുപ്പല്ല, ഒരു പച്ചയും ബ്രൗൺ കളറായിട്ട് വരുന്നത് പറഞ്ഞാൽ ഒന്ന് നമ്മളെ മറ്റേ നീം പൗഡറല്ലേ, വേപ്പിലൻ്റെ പൗഡർ ഇനിയൊന്നും ഉൾട്ടാനും കിട്ടിയിട്ടില്ലേ അത്. പിന്നെ റെഡായിട്ട് കാണുന്നത് നമ്മളെ മഞ്ചസ്റ്റൈൻ അൽപ്പാമരാതി ഇതെല്ലാം മിക്സാക്കി ഓയിൽ ചേർത്തതുകൊണ്ട് ഉണ്ടല്ലേ. ഇതെല്ലാം ആവണത്രാവട്ടെ. അപ്പോൾ നമ്മുടെ സോപ്പിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് പക്ഷേ മേലെ ഇങ്ങനെ പത ഉണ്ടല്ലോ. കണ്ട ഇതെല്ലാം മാറ്റ പ്രശ്നമൊന്നുമില്ല. എങ്കിൽ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇങ്ങനത്തെ കളർ ഇഷ്ടമായി. നമുക്ക് നെക്സ്റ്റ് ആക്കുമ്പോൾ വെള്ള ബോട്ടിലേക്ക് മാത്രം വെച്ചിട്ടാക്കാം. കാരണം എൻ്റെ ഇല്ലാത്ത കൊണ്ട് മിക്സ് ആക്കിയത്. ഇപ്പോൾ ഞാൻ ഇത് വീട്ടിൽ ഉപയോഗമല്ലേ, അതുകൊണ്ട് ഞാൻ ആക്കിയത് കുഴപ്പമില്ല. ഇനി ഞാൻ ഇതിലേക്ക് ഡോവിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലില്ലേ അത് നമുക്ക് ഒഴിക്കാം. അത് വെച്ച് കുറച്ചധികം കണ്ടിട്ട് അതല്ലേ ഒഴിക്കട്ടെ. വേറെ ഒഴിച്ചിട്ടുണ്ട്. തീ ഓഫാക്കിയിട്ട് മറന്നു പോയി. നല്ലോണം മിക്സ് ആക്കാം. വീട്ടിലേക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. അത് പറഞ്ഞ പോലെ തന്നെ സോപ്പ് വാങ്ങുമ്പോൾ എല്ലാവരും മണത്ത് നോക്കിയിട്ടാണ് വാങ്ങല്. അതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് ചോദിക്കില്ല. This video sponsored by SBO Digital Marketing. Join SBO Digital Marketing work from home opportunity. Mobile based part-time job. Perfect for students, homemaker and job seekers. Use your free time to earn. No fixed hours. Work at your conventions. Just share and publish content. Simple task, no selling or no referral. Have a Facebook, Instagram or YouTube account. You are already eligible. Earn daily income with the instant payout. Start from day one. Send your name and qualification on WhatsApp to 9994104160 and get full details instantly. സപ്പോർട്ടിനൊന്നും അതിൽ കൊടുത്തിട്ടില്ല. പേടിച്ചോണ്ടാ വെച്ചിനെ. എവിടെയെങ്കിലും മറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ സോപ്പും പോയി, ഇത്ര നേരം കഷ്ടപ്പെട്ടതും പോയി. അപ്പോൾ നമ്മൾ സോപ്പിൻ്റെ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. സോപ്പ് ഇങ്ങനെയാണ് വീണ്ട്. എൻ്റെ സപ്പോർട്ടിനൊന്നും കൊടുക്കാത്ത കൊണ്ടേ ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് വലുതും ഒരു സ്ഥലത്ത് ചെറുതുമായിട്ടുണ്ടാവും. നോക്കാം സോപ്പ് ആകുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ സപ്പോർട്ടിന് കൊടുത്തെങ്കിൽ കൊടുക്കാം. ഇങ്ങനെ വെച്ചേക്കാം അല്ലേ. അപ്പോൾ യെസ്, നമ്മൾ സോപ്പിൻ്റെ ഷേപ്പില്ലെന്ന് ആരും പറയില്ല. അപ്പോൾ ഷേപ്പിന് ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ സോപ്പ് സെറ്റായി വരുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സോപ്പിൻ്റെ ഇതിവിടെ മതിയാക്കുന്നത്. അതിലെന്ത് വെളുത്ത് കണ്ടതൊന്നും എടുക്കട്ടെ. എന്താണോ ഇത് കാണുന്നില്ലല്ലോ, നോക്കട്ടെ. നൂലിങ്ങനെ നമുക്ക് ഇവിടെ വെച്ചിട്ട് സെറ്റായി വരട്ടെ. ഞാൻ കുട്ടീൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ആ മീറ്റിങ്ങിന് പോകണം. മീറ്റിങ്ങിന് പോയി വന്നിട്ടാകുമ്പോഴത്തേന് സെറ്റാവും. അപ്പോൾ നമുക്കതൊന്ന് മോൾഡിന് എടുക്കാം കേട്ടോ. സോപ്പാണ്. അപ്പോൾ ഈ കാപ്പിപ്പൊടിയുടെ തരിയാണ് ഇത് മേലെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ സ്കൂളിൽ പോയിട്ട് മീറ്റിങ്ങിന് പോയിട്ട് വരുമ്പോൾ ലേറ്റായി. പിന്നെ ഞാൻ വിചാരിച്ചു ഇരിക്കട്ടെ നാളെ ചെയ്യാമെന്ന്. അങ്ങനെ അത് സെറ്റായിട്ട് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് ഞാൻ ഒരു പ്ലേറ്റിൽ അപ്പം എൻ്റെ കൈ പോയേ കണ്ടല്ലേ. സൂപ്പറായിട്ടുണ്ട് സോപ്പ് കാണാൻ. കുറച്ച് ഇത് ഓയിൽ കുറച്ച് അധികം ആക്കിയത് കൊണ്ട് തോന്നി. നമ്മൾ പൊടിയെക്കാളും ഓയിൽ കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തോന്നി സോഫ്റ്റ് ഉണ്ട് കുറച്ച് സോപ്പ്. നല്ല സോഫ്റ്റ് ഇല്ല എന്നാലും ഉണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ലല്ലോ. നല്ലത് നോക്കിയിട്ട് നല്ലതാണോ എന്ന് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നല്ല സൂപ്പറായിട്ട് കട്ടിയിൽ ഉണ്ടാക്കാം. പൊടി മാത്രം ഉപയോഗിച്ചിട്ട് ഓയിൽ അധികം ഉപയോഗിക്കാണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിതൊന്ന് മുറിച്ചെടുക്കട്ടെ. അലുവ കഷ്ണം പോലെ ഉണ്ടല്ലേ. ഒന്ന് പുറത്ത് വെക്കാം കേട്ടാക്കണ്ടേ. വലുത് വേണം വേണ്ടല്ലേ. ചെറുതാക്കാം. എത്ര ഉണ്ട് നമുക്ക് ഈ പ്ലേറ്റിൽ വെച്ചിട്ട് മുട്ട സൈഡ് ഇവിടെ പത്ത് തരണ കൊണ്ട് ഫ്രീ ആക്കി എടുക്കാൻ പറ്റില്ല. ഞാനൊരു കലാകാരിയല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ടൊന്നും മുറിക്കാൻ പറ്റിയില്ല. എൻ്റെ ഷേപ്പൊന്നും അങ്ങനെ ഇതായിട്ടില്ല. നോക്ക് സോപ്പ് കണ്ട. അപ്പോൾ നമ്മൾ സോപ്പ് ടാൻ റിമൂവറായിട്ടാണ് ഞാൻ ഇതിനാക്കിയത്. എന്ത് റിമൂവറായിട്ട് തീരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതൊന്ന് നോക്കാം കേട്ടോ. എത്ര എണ്ണ മയം തന്നെ കണ്ടില്ലേ. എണ്ണ അധികമായപ്പോൾ ഞാൻ കുറച്ച് സോഫ്റ്റായി പോയത്. അപ്പോൾ എണ്ണ കുറയ്ക്കണം. ഓക്കെ, എല്ലാം കട്ടാക്കി എടുക്കാം. ചെറുതെടുക്കാം. കുട്ടികളുടെ കയ്യിൽ കിട്ടി എല്ലാം ഇതാക്കി കളയും. അവരുടെ മുഖത്ത് വേണ്ട കുട്ടികൾക്ക് മാത്രമല്ല നമ്മളെല്ലാവരും ഉപയോഗിക്കാം. എല്ലാം കട്ടാക്കി